ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഡ്രസ്സിലാണെങ്കിലും നമുക്കിത് ചെയ്യാം. ഇതുപോലത്തെ സീക്വൻസ് ആണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലത്തെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന നൂലും സൂചിയും തന്നെയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഏരിയയിൽ മെഷർമെൻ്റ് എടുത്തിട്ട് വരയ്ക്കാം. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്ന ഭാഗം കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഒരു 10 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും 10 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി ഈ ബോക്സിൻ്റെ അകത്ത് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ഫ്ലവറാണോ ചെയ്യേണ്ടത് അത്രയും വലുപ്പത്തിലുള്ള സർക്കിൾസ് വരച്ചെടുക്കണം. ഇതുപോലത്തെ സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ് വരച്ചെടുക്കാൻ. ഇതിലിപ്പോൾ ഞാൻ വേണ്ടത്ര സർക്കിൾസ് വരച്ചെടുത്തു. ഇനി നമുക്കിത് പതുക്കെ ഒരു എംബ്രോയ്ഡറി ഫ്രെയിമിനകത്തേക്ക് ഫിക്സ് ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ ഈ സീക്വൻസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ ഇതിനകത്ത് കുറച്ചെണ്ണം ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ വരച്ചു വെച്ചിരിക്കുന്ന സർക്കിളിനകത്തേക്ക് റൗണ്ടിൽ ഈ സീക്വൻസ് ഓരോന്നായിട്ട് തുന്നി പിടിപ്പിക്കണം. അത്രയേ ഉള്ളൂ. എംബ്രോയ്ഡറി ഒന്നും അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത്. പിന്നെ കുറച്ച് സമയം മെനക്കേടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല സ്റ്റൈലായിട്ട് നമുക്ക് തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ഞാൻ മുഴുവൻ ചെയ്തു. ഇനി ഈ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ള് ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.